എല്ലാവർക്കും നമസ്കാരം. ടി ഡി എ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് തോന്നുന്നു. ടി ഡി എയും ഇട്ടിക്കോരെയും നമ്മൾ ആരെയും പരിചയപ്പെടുത്തേണ്ടതില്ല, ഇവിടെ ഇരിക്കുന്ന ആരെയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ സംബന്ധിച്ചൊരു ഫാൻ ബോയ് മൊമെൻറ്റും കൂടെയാണ് ടി ഡി എ കേൾക്കാം, ടി ഡിയോട് ചോദിക്കാം എന്നുള്ള. ഞാൻ നേരെ ചോദ്യത്തിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അരമണിക്കൂറേ സമയമുള്ളൂ. അപ്പം ടി ഡി എ ഏറ്റവും കൂടുതൽ ടി ഡി എ കേൾക്കാം എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ നേരിട്ട് ചോദ്യത്തിലേക്ക് വരാൻ വിചാരിക്കുന്നു. ടി ഡി, ഇട്ടിക്കോരയിൽ അധികാരത്തിന് പുറത്തുള്ള ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഗ്രേ ഷെയ്ഡുകളെ കുറിച്ചിട്ട്. ടി ഡി അതിലേക്ക് എങ്ങനെയാണ് വന്നെത്തുന്നത്? ആ ചരിത്രം കൂടെ നോവലിൽ പറയേണ്ടതുണ്ട് എന്ന് ഉള്ളൊരു ഉദ്ദേശം കൂടെ അതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ഒരു കൗതുകത്തിൻ്റെ പുറത്തുള്ളൊരു ചോദ്യമാണ്. എല്ലാവർക്കും നമസ്കാരം. KLF ഒരിക്കൽ കൂടി പങ്കെടുക്കുന്നതിൽ സന്തോഷം ആദ്യമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇട്ടിക്കോര എഴുതുന്ന സമയത്ത് എൻ്റെ മുന്നിലുണ്ടായിരുന്ന പല പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന്, ചരിത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന മനുഷ്യരുടെ ചരിത്രം അടയാളപ്പെടുത്താനുള്ളൊരു മാർഗമായിട്ട് സാഹിത്യത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്ന്. ചരിത്രം പലപ്പോഴും അധികാരത്തിൻ്റേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ എഴുതപ്പെടുകയും അല്ലെങ്കിൽ അധികാരത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് രേഖപ്പെടുത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. അധികാരമില്ലാത്ത സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള മനുഷ്യർ ചരിത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർ, നിർദാക്ഷിണ്യം പുറത്താക്കപ്പെടുന്നവരാണ്. ഒരു 100 അല്ലെങ്കിൽ 10 200 കൊല്ലം കഴിയുമ്പോൾ ഉള്ള ഒരു ചരിത്രത്തിൽ നമ്മൾ ആരും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അത്തരത്തിൽ പുറത്താക്കപ്പെടുന്നവരുടെ ചരിത്രം രേഖപ്പെടുത്താനുള്ള വലിയൊരു സാധ്യത സാഹിത്യകൃതികളിലൂടെയുണ്ട്. ഇപ്പം ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് തന്നെ അത്തരത്തിലുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഇപ്പോൾ വാസ്കോ ഡ ഗാമ കേരളത്തിലേക്ക് വരുന്നു, ഇവിടെ അടുത്ത് കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങി അദ്ദേഹം ഇന്ത്യ കണ്ടെത്തി എന്നാണ് പോർച്ചുഗീസുകാരൊക്കെ പറയുന്നത്. പക്ഷേ ഇതിനു മുമ്പുള്ളൊരു മലയാളികൾ ഇവിടെ നിന്ന് പലതരത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോയിരിക്കാം. നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല, റെക്കോർഡില്ല. അത് സ്ഥാപിച്ചെടുക്കാൻ ഇട്ടിക്കോര എന്നുള്ള കഥാപാത്രത്തെ സൃഷ്ടിക്കുക എന്നൊരു വഴിയാണ് ഞാൻ ചെയ്തത്. അവരിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും പോവാം. ഇത് ചിന്തിക്കാനുള്ളൊരു കാരണം, നമ്മൾ മറ്റുള്ള ആളുകളിൽ നിന്ന് ഒരു തരത്തിലും പിന്നിലല്ല എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ്. ഒരു തരത്തിലും പുറകിലാകേണ്ട കാര്യമില്ല. ലോകത്തിലുള്ള ഏത് റേസിൻ്റെയും ഒപ്പം നിൽക്കാനുള്ള അറിവും കഴിവൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് നമ്മൾ. അത് ഇക്കാലത്തും എക്കാലത്തും നമ്മൾ തെളിയിക്കുന്നുണ്ട്. പക്ഷേ ഈ മുൻകാലങ്ങളിൽ അത് വേണ്ടത്ര ഗൗരവത്തോടു കൂടി രേഖപ്പെടുത്തപ്പെടാതെ പോയത് കൊണ്ടായിരിക്കണം. അതിന് സൂചന നൽകുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇട്ടിക്കോര പോലും ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണമായൊരു സംഭവം, ഗാമ ഇന്ത്യയിലേക്ക് വരാനായിട്ട് ആഫ്രിക്ക ചുറ്റി, ആഫ്രിക്കയിലെ ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള ഇപ്പോഴത്തെ കെനിയയിലുള്ള മൊംബാസയ്ക്കടുത്ത് ബെലിന്ത് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു ഗുജറാത്തി കച്ചവടക്കാരനെ വഴികാട്ടിയായിട്ട് കൂട്ടിയിട്ട് വന്നു എന്നാണ്. ഒരു ഗുജറാത്തി കച്ചവടക്കാരൻ ഗാമയ്ക്ക് വഴികാട്ടിയായിട്ട് അവിടെ ഉണ്ടെങ്കിൽ ഒരു വഴി നിലനിൽക്കുന്നുണ്ടെന്നും ആ വഴി നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വഴിയായിരിക്കണമെന്നും നമ്മളെപ്പോലൊരു മലയാളി എന്തായാലും ആ വഴി ഉപയോഗിച്ച് ലോകത്തിൻ്റെ മറ്റിടങ്ങളിലേക്ക് പോയിട്ടുണ്ടാകാമെന്നുമുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് അങ്ങനെ ക്യാരക്ടേഴ്സ്. ഇപ്പം ചരിത്രത്തിൽ സർഗാത്മകമായി ഇടപെടാനുള്ള സാധ്യതകളാണ് അന്വേഷിക്കുന്നത്. താങ്ക് യു. ചരിത്രത്തിൽ സർഗാത്മകമായിട്ട് ഇടപെടാനുള്ള സാധ്യതകൾ അന്വേഷിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ നോവലിൽ തന്നെ ഗണിതം പോലുള്ള മറ്റ് ശാസ്ത്രങ്ങളെക്കുറിച്ച് കൂടെ സാറ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളീയ ഗണിത പഠനങ്ങൾ ഉൾപ്പെടെ ഗണിതശാസ്ത്രമായ ബന്ധപ്പെട്ട പലതും നോവലുണ്ട്. ചില അധ്യായങ്ങൾ പോലും ഗണിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പം ഈ ഗണിതങ്ങളുടെ പിന്നിൽ ഒരു അന്വേഷണമൊക്കെ ഉണ്ടാവുമല്ലോ. ഗണിതം നമ്മൾ ഈ നോവലിലേക്ക് ഉൾപ്പെടുത്താവുന്ന അതിൻ്റെ രീതികൾ, അതെങ്ങനെ ഫിക്ഷനിലേക്ക് കൊണ്ടുവരാം, അതിൻ്റെ അളവുകൾ, അതിനെ എങ്ങനെയായിരുന്നു സാറ് ആ ഒരു അന്വേഷണത്തിലേക്ക് ചെന്നെത്തും? അതിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടാവില്ല, ഒരു ബാക്ക് സ്റ്റോറി. തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം അതാണ് കണക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം. ഇപ്പോൾ കണക്കിനോടുള്ളൊരു കമ്പം വളരെ ചെറുപ്പകാലം മുതൽ, സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ എൻ്റെ കൂടെ ഉള്ളതാണ്. ആ കണക്കിനോടുള്ള വെറുതെ ഒരു കമ്പമല്ല, ആ കണക്കിൻ്റെ ഒരു ചരിത്രം കൂടി അറിയാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഇപ്പോൾ പലപ്പോഴും
ഇപ്പോൾ ഇവിടെ MSc മാത്തമാറ്റിക്സ് പഠിച്ചാലും അതിൽ പഠിപ്പിക്കുന്ന തിയറമായി ബന്ധപ്പെട്ട ഗണിതശാസ്ത്രന്മാരെ പറ്റി ഒന്നും അറിയാതെ പാസ്സാവാം എന്നുള്ള അവസ്ഥ. പക്ഷേ ഞാനിതിൻ്റെ അപ്പുറത്തേക്ക് ഇത് ഉണ്ടായ പശ്ചാത്തലം കൂടെ അന്വേഷിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായി പല കാലത്തായിട്ട് നമ്മൾ വന്നു ചേർന്ന പല കാര്യങ്ങളുമാണ് ഇട്ടിക്കോരയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കേരളത്തിന് ഗണിതത്തിൽ വലിയൊരു പാരമ്പര്യമുണ്ട്. വലിയ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴത്തെ കാലത്ത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന മിത്തുകളെ പോലുള്ള പാരമ്പര്യമല്ല. യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്രീയമായ പാരമ്പര്യമുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട ശാസ്ത്രഗ്രന്ഥം എന്ന് പറയുന്ന യുക്തിഭാഷ എന്ന് പറയുന്ന പുസ്തകമാണ്. ഗണിതശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളാണ്. ജ്യേഷ്ഠദേവൻ എന്ന് പറഞ്ഞ ആളാണ് എഴുതിയിരിക്കുന്നത്. അതിൽ പറയുന്ന പല കാര്യങ്ങളും ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ജീവിച്ചിരുന്ന സംഗമഗ്രാമ മാധവൻ എന്ന് പറയുന്ന ഗണിതശാസ്ത്രജ്ഞൻ്റെയും തുടർന്ന് കേരള സ്കൂൾ എന്ന് നമ്മളിപ്പോൾ പറയുന്ന അച്യുതപ്പിഷാരടി, നീലകണ്ഠ സോമയാജി തുടങ്ങിയ ആ കാലത്ത് ജീവിച്ചിരുന്ന ഗണിതശാസ്ത്രജ്ഞന്മാരുടെയാണ്. ഇവർ ഗണിതത്തിൽ പ്രത്യേകിച്ച് കലനം, ഇപ്പോൾ കാൽക്കുലസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വലിയ കണ്ടെത്തലുകൾ ലോകത്തിലെ മറ്റ് പ്രദേശങ്ങളിലുള്ള ആളുകൾ എത്തുന്നതിനേക്കാൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാം ഇന്ത്യയിലാണെന്ന് ഒരു തരം അഭിമാനത്തോടു കൂടി പറയുന്ന പോലെയല്ല. ഈ ഒരു പ്രത്യേക തരത്തിൽ ഇത് മിത്തുകളായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടുള്ള കാര്യമല്ല, അല്ലാതെ തന്നെ അവർ നേടിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ ജോർജ് ഗിവർഗീസ് ജോസഫ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ഗണിതശാസ്ത്രജ്ഞനായ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ആദ്യം വായിക്കുന്നത്. ക്രസ്റ്റ് ഓഫ് ദ പീകോക്ക് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. മലയാളത്തിലെ അതിൻ്റെ പരിഭാഷ വന്നിട്ടുണ്ട് മയൂരശിഖ എന്നുള്ള പേര്. ക്രസ്റ്റ് ഓഫ് ദ പീകോക്ക് എ നോൺ യൂറോപ്യൻ ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയാണ്. നോൺ യൂറോപ്യൻ ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ് എന്താണ്? യൂറോ കേന്ദ്രീകൃതമായ ജ്ഞാനവ്യവഹാരങ്ങളിൽ നിന്നും ഗണിതം കേരളീയമായ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഭാരതീയമായ ഇന്ത്യൻ പശ്ചാത്തലത്തിലോ ഏഷ്യൻ ഒരു ഓറിയൻ്റൽ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്നൊക്കെയാണ് അതിൽ പറയും. ഇതൊക്കെ എല്ലാം ഞാൻ എഴുത്തിലേക്ക് വരുന്നതിന് വളരെ കാലം മുമ്പ് എൻ്റെ പഠനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും ഭാഗമായിട്ട് എത്തിയ കാര്യമാണ്. പിന്നീട് ഇട്ടിക്കോര എഴുതുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ആ നോവലിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടി നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ കേരള സ്കൂളിനെ പറ്റി മാത്രമല്ല പറയും, നമ്മളതിൽ ഫെർമാ തീരത്തിനെ പറ്റി പറയുന്നുണ്ട്. അലക്സാണ്ടർ ഗ്രോതൻഡിക് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഗണിതശാസ്ത്രജ്ഞനെ കുറിച്ച് പറയുന്നുണ്ട്. പാൾ എർദോഷ് എന്ന് പറയുന്ന ഗണിതശാസ്ത്രജ്ഞനെ പറ്റി പറയുന്നുണ്ട്. ഇവരെ എല്ലാം നമ്മുടെ വായനക്കാർ അറിയേണ്ടതാണെന്നും അടയാളപ്പെടുത്തേണ്ടതാണെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. ഇത് കഥയുടെ കോറായിട്ടുള്ള വരുന്ന ഭാഗത്തോട് ബന്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഉള്ളൊരു ചലഞ്ച്. കണക്ക് പൊതുവെ ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമല്ല. ഇപ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും ചരിത്രം പറയുന്ന പോലും ചിലപ്പോൾ ഒരു പരിധിവരെ വായനക്കാർ സഹിച്ചേക്കാം. പക്ഷേ കണക്കിൽ അത്ര എളുപ്പത്തിൽ ആകർഷിക്കാൻ കഴിയില്ല. അതൊരു ചലഞ്ച് തന്നെയാണ്. ഈ ചലഞ്ച് അറിഞ്ഞുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്നു. നിങ്ങൾ ഇട്ടിക്കോര വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട് ചണ്ടാംശു ചന്ദ്രാതമ കുംഭിപാലാണ്. അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചിരുന്നു, ഇങ്ങനത്തെ തലക്കെട്ടുള്ള അധ്യായമൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ ആരെങ്കിലും ഈ കാലത്ത് ഈ പുസ്തകം വായിക്കുമോ? പക്ഷേ എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇട്ടിക്കോര വായനക്കാർ ഈ ചണ്ടാംശു ചന്ദ്രാതമ കുംഭിപാല വായിക്കുകയും അത് പൈയുടെ വാല്യൂ ആണ് 3.14 എന്ന് അനന്തമായി പോകുന്ന ആ വാല്യൂവിൻ്റെ അക്ഷരസംഖ്യാക്രമമാണ് തിരിച്ചറിയുക. പിന്നെ അതിനോട് ചേർത്ത് പറയാനുള്ളത്, സാഹിത്യം എന്ന് പറഞ്ഞാൽ എല്ലാ ജ്ഞാനമേഖലകളും ചേർന്ന് വരുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഗണിതം ഉണ്ടാവാം, ചരിത്രം ഉണ്ടാവാം, മനുഷ്യനുമായി ബന്ധപ്പെടുന്ന സമസ്ത വ്യവഹാരങ്ങൾക്കുള്ള ഇടമുണ്ടാകണം. 21-ാം നൂറ്റാണ്ടിലെ ചെറുപ്പക്കാരികളായിട്ടുള്ള ആളുകൾ വായിക്കുമ്പോൾ അവർക്ക് വായനയിലൂടെ പുതിയ ഇടങ്ങൾ കണ്ടെത്താൻ കഴിയണം, പുതിയ അന്വേഷണങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കാൻ കഴിയണം. അതേപോലെ തന്നെ നമ്മുടെ നാടിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൻ്റെയും ഒക്കെ ഒരു പശ്ചാത്തലം അവർക്ക് തിരിച്ചറിയാനും കഴിയണം. ഇപ്പം ഗണിതമാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനം. ഇപ്പം ഒരു അധ്യായത്തിൽ തന്നെ പറയുന്നത് ഗണിതം മൂർധനിസ്ഥിതം എന്നാണ്. ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മയൂഖത്തിൻ്റെ ശിഖ പോലെ, അതാണ് മയൂര ശിഖ എന്ന് ഗിവർഗീസ് ജോസഫ് പുസ്തകത്തിന് പേരെടുത്തത്. അപ്പം അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇട്ടിക്കോരയുടെ അതൊരു ഭാഗമാക്കിയിട്ടും നിങ്ങളൊക്കെ വായിക്കുന്നു എന്നതാണ് എൻ്റെ സന്തോഷം. ഇതിൽ വേറൊരു സന്തോഷം എന്താ വെച്ചാൽ, സാറ് പറയുന്നത് പോലെ ഇട്ടിക്കോര വായിക്കുന്ന ആളുകൾ മുഴുവനും, അല്ലെങ്കിൽ വായിച്ച ഞാനടക്കമുള്ള ആളുകൾ അതിൻ്റെ പിന്നാലത്തെ ഒരു അന്വേഷണത്തിന് മുതിർന്നിട്ടുണ്ടാവും. ഇതെന്താണ്, ഇത് കണ്ടെത്താനുള്ളൊരു ത്വര നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വായനക്കാരൻ്റെ ജ്ഞാനത്തെയും കൂടെ പരിപോഷിപ്പിക്കാൻ സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു ഫിക്ഷനിലൂടെ
വായനക്കാരൻ്റെ ജ്ഞാനത്തെ കൂടെ പരിപോഷിപ്പിക്കാനുള്ള ഒരു ശ്രമം അത് വിജയിക്കുക എന്നുള്ളതും വലിയൊരു കാര്യമായിട്ടാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള കൂടെ നിലയിൽ ഞാൻ അതിനെ നോക്കി കാണുന്നത്. സാറേ, എൻ്റെ ഒരു അടുത്ത ചോദ്യം എന്താ വെച്ചാൽ, ഈ സാറിൻ്റെ മിക്ക നോവലുകളിലും കാണുന്ന ഒരു സംഗതിയാണ്, അത് ഇട്ടിക്കോരയിലും ഉണ്ട്. അതെന്താ വെച്ചാൽ അധികാരത്തിനെതിരെ സ്ത്രീകളെയും സ്ത്രീ ശരീരങ്ങളെയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിരോധം സാറിൻ്റെ എല്ലാ നോവലുകളിലും കാണാം. അത് ഇട്ടിക്കോരയിലുമുണ്ട്. ഇത് എഴുത്തുകാരന് തൻ്റെ രാഷ്ട്രീയം പറയാനുള്ള ഒരു ടൂളായിട്ടാണോ സാർ ഇത്തരം സംഗതികൾ ഉപയോഗിക്കുന്നത്, ഇത്തരം എഴുത്ത് രീതികൾ സ്വീകരിക്കുന്നത്? എഴുത്തുകാരൻ തൻ്റെ രാഷ്ട്രീയം പറയുകയല്ല ചെയ്യുന്ന വാസ്തവത്തിൽ. എഴുത്ത് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം. എഴുത്ത് തന്നെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം. എഴുത്ത് രാഷ്ട്രീയ പ്രവർത്തനമാകുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അതിസങ്കീർണമായ സൂക്ഷ്മമായ അധികാര ഘടനയോട് സർഗാത്മകമായി കലഹിക്കുമ്പോഴാണ്. സർഗാത്മകമായ കലഹങ്ങളാണ് നമ്മൾ ഓരോ പുസ്തകത്തിലും ടാർഗറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ കണക്കാക്കുന്ന എൻ്റെ എഴുത്താണ്. ഇവിടെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രസംഗിക്കുന്നതോ അല്ല. എൻ്റെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ആൽഫ മുതൽ പച്ചാമഞ്ഞ ചുവപ്പ് വരെയുള്ള പുസ്തകങ്ങൾ എഴുതുന്നതാണ് എൻ്റെ പൊളിറ്റിക്കൽ. ആൽഫ എന്ന് പറയുമ്പോൾ ഞാനതിൽ സാറിൻ്റെ ഇതേ ആക്ഷൻ തന്നെ ആയിരിക്കും. എന്ന് പറയുന്ന ശ്രീലങ്കൻ നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും ഇതേ ഒരു പ്രവർത്തനത്തിൻ്റെ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും. ആ നോവലിനെ കുറിച്ച് പറയുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നേരെ അനുഭവിച്ച ഒരു മനുഷ്യൻ്റെ ആത്മഛായയുള്ള നോവൽ എന്നാണല്ലോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലും. നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ എല്ലാ തരത്തിലുള്ള യുദ്ധങ്ങളിലും അടിച്ചമർത്തലുകളിലും അധികാരത്തിൻ്റെ ഹിംസാത്മകമായ പ്രയോഗങ്ങളുടെയും ഇരകളാക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ്. ഏത് യുദ്ധത്തിൻ്റെ ചരിത്രം എടുത്തുന്നു, യുദ്ധമെന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉള്ള യുദ്ധം തന്നെ ആകണമെന്നില്ല. അത് സമൂഹത്തിലെ സമസ്ത മേഖലകളിൽ നടക്കുന്ന സംഘർഷങ്ങളാണ്. ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിലാവാം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിനകത്താകാം, ഏതെങ്കിലും പ്രദേശത്താവാം, അത് മതത്തിൻ്റെയോ ജാതിയുടെയോ ഒക്കെ പലതരത്തിലുള്ള, ഇതെല്ലാം ഹിംസയുടെ ഉന്മാദ സമാനമായ ആഘോഷങ്ങളാണ്. ഇതിലെല്ലാം ഒരു റിസീവിങ് എൻഡിൽ അതിൻ്റെ ഇരകളാക്കപ്പെടുന്ന അവസ്ഥയിൽ സ്ത്രീകളാണ്. അപ്പം ഇതേ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധത്തിന് തന്നെയാണ് ഏറ്റവും വലിയ പ്രസക്തി. ഇപ്പോൾ അന്തർബദിർ മുഗർ എന്നുള്ള എൻ്റെ നോവലിൽ ഫാത്തിമ നിലോഫർ എന്ന കഥാപാത്രം, അവർ പറയുന്നത് കാശ്മീരി വുമൺ ഫോർ പീസ് എന്ന് പറഞ്ഞൊരു സംഘടനയെക്കുറിച്ചാണ് പറയുന്നത്. ഈ കാശ്മീരി വുമൺ ഫോർ പീസ് എന്ന് പറയുന്നത് എന്താ? നിരന്തരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് വരെ നിരന്തരമായി അവിടെ നടക്കുന്ന സമരത്തിൻ്റെ സഹനങ്ങളുടെയും കഷ്ടപ്പാടെന്നും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ഉറപ്പായിട്ടും ആ സമാധാനത്തിന് വേണ്ടിയുള്ള എല്ലാ പോരാട്ടങ്ങളുടെയും കൂടെ നിൽക്കുക എന്ന് തന്നെയാണ് ഇതിൽ കൂടെ ലക്ഷ്യമാക്കുക. മനുഷ്യൻ്റെ പോരാട്ടങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ, അല്ലെങ്കിൽ നമ്മളൊരു ഉത്തരവാദിത്തം കൂടിയായിട്ടാണ് സാർ അതിനെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിന് കൂടെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത്. തീർച്ചയായും. ഇതേ സാറേ ഈ ഒരു നോവലിൽ തന്നെ ഇട്ടിക്കോരയിൽ നമ്മുടെ ഒരു ചർച്ചയുടെ ഭാഗം എന്ന് പറയുന്നത് ഇട്ടിക്കോരയുടെ ചുരുളുകൾ എന്നാണ്. അപ്പം എനിക്ക് കൗതുകകരമായിട്ട് തോന്നിയൊരു സംഗതി വേറെ ഒന്നാണ്. ഇട്ടിക്കോരയിൽ കുറേ നഗരങ്ങളുടെ ഒരു സ്കെച്ചിങ് സാറ് പറയുന്നുണ്ട്. അതിൽ തന്നെ അത് ഫിക്ഷനാണോ അല്ലെങ്കിൽ ഇനി ഇത് ശരിക്കും ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട്. ഈവൻ കുന്നംകുളത്തിൻ്റെ തന്നെ ഒരു ഭൂമിക്കടിയിലുള്ള ഒരു നഗരത്തെക്കുറിച്ചൊക്കെ സാറ് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സ്കെച്ചിങ്ങിൻ്റെ നേരത്തെ പറഞ്ഞ കണക്കുകളുടെ കളി പോലെ പറയുമ്പോൾ, അല്ലെങ്കിൽ കണക്കുകളുടെ ഒരു ഇഷ്ടങ്ങളുടെ കുറിച്ച് പറയുമ്പോൾ തന്നെ സാറിന് ഈ നഗരങ്ങളുടെ ഒരു ചിത്രീകരണത്തെയും ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നഗരങ്ങളുടെ ചിത്രീകരണത്തിൽ തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. നഗരങ്ങളുടെ ചിത്രീകരണം ആത്യന്തികമായിട്ട് ലക്ഷ്യമാക്കുന്നത് നമ്മൾ പറയുന്ന കഥ, ഇട്ടിക്കോരയുടെ കഥ നമ്മൾ പറയുന്നു, അതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യം, ഇതിൽ വായനക്കാരെ പരമാവധി എൻഗേജ് ചെയ്യുകയാണ്, കൺവിൻസ്ഡ് ആക്കുക. അവർക്കത് യാഥാർത്ഥ്യമാണെന്നുള്ള തോന്നൽ വായനയിലുണ്ടാവണം. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി കഥ പറച്ചിലിൻ്റെ പല തന്ത്രങ്ങളും ഉപയോഗിക്കും. ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നത്, എൻ്റെ വീട്ടിലെ കുട്ടികളോടോ ബാക്കിയുള്ളവരോടോ ഒക്കെ കഥ പറയുമ്പോൾ, കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ പറയും കഥഭാവൻ എന്ന് വേണമെങ്കിൽ പറയാം. കൊച്ചു കുട്ടികളായിട്ടുള്ള എൻ്റെ മക്കളോ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളോ ഒക്കെ നമ്മുടെ ചുറ്റും ഇരുന്ന് കഥ കേൾക്കും. അപ്പം അവരുടെ കണ്ണിൽ നോക്കിയാൽ അറിയാം നമ്മുടെ കഥയുടെ പോക്ക് ശരിയാണോ. കണ്ണിലെ തിളക്കമാണ് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇത് വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും ഉപയോഗിക്കും. ചിലപ്പോൾ അത് വളരെ സൂക്ഷ്മവും കൃത്യവുമായ ചില കണക്കുകളാണ്. ഇപ്പോൾ കുന്നംകുളത്തിൻ്റെ അടിയിൽ ഭൂഗർഭ
തുരങ്കങ്ങളെ പറ്റിയിട്ട് ഒക്കെ പറയും. വാസ്തവത്തിൽ അവിടെ അങ്ങനെ യാതൊരു സാധനവും ഇല്ല. ഇല്ല. ഈ കുന്നംകുളം പക്ഷെ അത് സാധാരണ നമ്മൾ എന്താ പറയുക, അന്വേഷിച്ച് പോവാൻ കുന്നംകുളത്തെ ഒന്ന് ഖനിച്ചു നോക്കാൻ തോന്നുന്ന രീതിയിലാണ് സാർ അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കും. അതേപോലെ പെറുവിലെ ഇപ്പം ലിമയിൽ ഒരു സ്ട്രീറ്റിനെ പറ്റി പറയുമ്പോൾ ആ സ്ട്രീറ്റിൻ്റെ പേര് റിയൽ ആയിട്ടുള്ള സ്ട്രീറ്റ് ആയിരിക്കും. അതിന്ന് ഇത്രാമത്തെ തിരിവെന്ന് പറയും. തിരിവ് കഴിഞ്ഞ് അടുത്ത വീടിൻ്റെ ഇതൊക്കെ പറഞ്ഞ് വന്ന പോലീസ് സ്റ്റേഷനെ പറ്റി പറയും. ഇപ്പം നമ്മുടെ നോവലൊരു ഇതിൽ എന്താ ഒരു മുൾക്കസേരയെ പറ്റി പറയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ, ലിമയിലെ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അത് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ അത് വിശ്വസിപ്പിക്കാനുള്ളൊരു വഴി കൂടിയാണ്. ഒരു തന്ത്രമായിരുന്നു ഇത്, വിശ്വസിപ്പിക്കാനുള്ള ഒരു തന്ത്രം കൂടെ. ഫിക്ഷന്റെ അല്ല, ഇതൊക്കെ തന്നെയാണല്ലോ ഫിക്ഷന്റെ സൗന്ദര്യം എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം. നമ്മൾ സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്. അതെ അതെ. അതേപോലെ സാർ ഈ അടുത്ത് കുന്നംകുളത്ത് വെച്ച് നടന്നൊരു മാത്യു വക്കീൽ അനുസ്മരണത്തിൽ സാറ് പറയുന്നുണ്ട്, ആർത്തോറ്റു പടിയോല എന്ന അമൂല്യ രേഖ കിട്ടിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. UC കോളേജ് അധ്യാപകനായ ജോണപ്പയിൽ നിന്നാണ് അത് മാത്യു വക്കീൽ കണ്ടെത്തുന്നതെന്നും കുന്നംകുളത്തുകാരനായ ഇട്ടിക്കോറയുടെ പ്രാഗ്രൂപം കണ്ടെത്തുന്നതും എന്ന് സാർ അതിൽ പറയുന്നത്. ഞാൻ ആ പ്രസംഗം ഇങ്ങനെ ചെറുതായിട്ട് കേട്ടു. അപ്പോൾ എനിക്ക് സാർ ആ പ്രസംഗത്തെ ഇവർക്ക് കൂടെ കേൾക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഈ ഇട്ടിക്കോറയുടെ ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനും ആ കഥ വികസിപ്പിച്ചെടുക്കാനും വേണ്ടി കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള നൂറുകണക്കിന് ആളുകളെ ഞാൻ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലത് അവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, ചിലത് അവർ സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ നിശബ്ദനായിട്ട് മിണ്ടാതൊരു സ്ഥലത്ത് പോയിരുന്ന് കേട്ടിട്ട് അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടു. അപ്പം ഇത്തരം അന്വേഷണങ്ങളിലാണ് ഞാൻ ഈ മാത്യു വക്കീൽ എന്ന് പറയുന്ന ആളുടെ അടുത്തെത്തുന്നത്. അപ്പോൾ അദ്ദേഹം PC മാത്യു പുലിക്കോട്ടിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അടുത്തിടയ്ക്ക് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം 70 വയസ്സ് വരെ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം 70-ാം വയസ്സിൽ കാലടി ശങ്കര യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് ചേർന്ന് ക്രിസ്ത്യൻ പടിയോലകളെ പറ്റി PhD ചെയ്യാൻ പോയ ആളാണ്. അപ്പം ഞാൻ ഇട്ടിക്കോരയുടെ പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഇദ്ദേഹം ഈ പടിയോലകളെക്കുറിച്ച് PhD ചെയ്യാം. അപ്പോൾ പടിയോലകളെ പറ്റി PhD ചെയ്യുന്ന ഒരാളുണ്ട് എന്ന് കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ കാണണം. അപ്പം ഞാൻ ഈ പള്ളിയിൽ, ഈ ആർത്താറ്റ് പള്ളിയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു മാർബിൾ ഇതിൽ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പടിയോല. അപ്പോൾ അത് കണ്ട് അതിന് ശേഷമാണ് ഞാൻ വക്കീലിൻ്റെ അടുത്തെത്തുന്നത്. വക്കീലായിട്ട് ഒരുപാട് സംസാരിക്കുന്നു. ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ പരസ്പരം തർക്കിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ വക്കീൽ വളരെ ശാസ്ത്രീയമായൊരു നിലയിലാണ് നിൽക്കുന്നത്. ഞാനാണെങ്കിൽ ഫാൻറ്റസിയുടെ ഒരു ഭ്രാന്ത് പിടിച്ച മറ്റൊരു വഴി കൂടി കഥ പറയാനാണ് ഞാൻ അന്വേഷിച്ചത്. അപ്പോൾ എന്നോട് വക്കീൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തൻ്റെ കഥാപാത്രമൊക്കെ നല്ലതാണ്, ഇവിടുന്ന് പോയി കച്ചവടം കുരുമുളക് വെക്കുന്നതും ശരിയാണ്, പക്ഷേ ഫ്രാൻസിസ് എന്നുള്ള പേര് പറ്റില്ല. ഫ്രാൻസിസ് എന്നുള്ള പേര് പറ്റില്ല. അപ്പോൾ ഫ്രാൻസിസ് എന്നുള്ള പേര് വേണ്ട, വേറെ ഏതെങ്കിലും പേരിടാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് വേറെ ഒരു പേരും പറ്റില്ല. എടോ, ഈ ഫ്രാൻസിസ് എന്നുള്ള പേര് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ് കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആ പേരില്ല. നിങ്ങൾ പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പേ ഉള്ളൊരു കഥയിൽ എങ്ങനെ ഫ്രാൻസിസ് എന്നുള്ള പേരിടും? അപ്പോൾ ഞാൻ വക്കീലിനോട് പറയും, വക്കീലെ, ഞാൻ ഈ പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പേ ഇവിടുന്ന് ആളുകൾ വിദേശത്ത് യൂറോപ്പിലൊക്കെ പോവുകയും കച്ചവടം ചെയ്തു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഫ്രാൻസിസ് എന്നുള്ള ആ പേരിടുന്നതാണ്. മറ്റൊരു പേര് സ്വീകാര്യമില്ല. അപ്പം വക്കീൽ വീണ്ടും ഒരു 2 മിനിറ്റ് ആലോചിച്ചാൽ അദ്ദേഹത്തിന് കൺവിൻസ് ആവില്ല. വീണ്ടും എന്നോട് പറയുക, ശരി, താൻ ആ പേരൊന്ന് മാറ്റിയാൽ ചിലപ്പോൾ കുറച്ചും കൂടെ നന്നാവും. ഇപ്പം ഇങ്ങനത്തെ പല തമാശകളുണ്ട്. പിന്നെ ഇത് അദ്ദേഹത്തിന് ഈ പടിയോല കിട്ടുന്നത് ആലുവ UC കോളേജിൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന VM ജോണപ്പ എന്ന് പറഞ്ഞ ജോണപ്പ സാറിൻ്റെ ഇരുന്ന്. നിങ്ങൾ വെട്ടം മാണി എന്ന് കേട്ടിട്ടുണ്ട്. വെട്ടം മാണി എന്ന് പറഞ്ഞാൽ ഈ പൗരാണിക എൻസൈക്ലോപീഡിയ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ വെട്ടം മാണിയുടെ മകനാണ് ഈ ജോണപ്പ എന്ന്. ഞാൻ ആലുവ UC കോളേജ് പഠിക്കുമ്പോൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുള്ള മാഷാണ്. മാഷക്ക് ഈ ഇത്തരം പുരാവസ്തുക്കളിലൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ്. അങ്ങനെ പാലിയത്തച്ഛന്മാരുടെ സാധനങ്ങളെല്ലാം വിറ്റഴിക്കുന്ന സമയത്ത് മറ്റേ അദ്ദേഹം അവിടെ നിന്നാണ് ഈ പടിയോല വാങ്ങുന്നതുമൊക്കെ. മാത്യു വക്കീലായിട്ടുള്ള ചർച്ചകൾ, അദ്ദേഹം ചർച്ചയും പലതരത്തിൽ പുള്ളി പറഞ്ഞ കാര്യങ്ങളും പടിയോലയും ഒക്കെ ഈ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഏകദേശം ഒരു രൂപമായിട്ടാണ് ഞാൻ ചൊല്ലി. അപ്പോൾ അതിനെ കുറേയും കൂടെ മെച്ചപ്പെടുത്തുന്നതിനും അതിൻ്റെ പല മാനങ്ങൾ ഉണ്ടാക്കുന്നതിലുമൊക്കെ എനിക്ക് വലിയ സഹായമായിട്ടുണ്ട്. വക്കീലിനോട് എനിക്ക് വലിയ കടപ്പാടും ഉണ്ട് ആ കാര്യത്തിൽ. അതെന്തായാലും സന്തോഷമായി അറിഞ്ഞല്ലോ. ഇനി വളരെ ഒരു ഫാൻ ബോയ് ആയിട്ട് തന്നെയുള്ളൊരു ചോദ്യമാണ് സാർ അത് ഇട്ടിക്കോര സിനിമ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇട്ടിക്കോര ഒരു സിനിമയായിട്ട് കാണാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ചോദ്യം ഇതാണ്, ഇട്ടിക്കോര സിനിമ ആവുന്ന മട്ടിൽ പലതരം ചർച്ചകൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്.
അതേ സമയത്ത് ടി ഡിയുടെ അടുത്ത സുഹൃത്താണ്, അല്ലെങ്കിൽ എന്ന് ഞാൻ കരുതുന്നു. ടി ഡി അടുത്ത ബന്ധമുണ്ടെന്ന് കരുതുന്നത് മമ്മൂട്ടിയായിട്ടാണ്. ഈ മമ്മൂട്ടീൻ്റെ ഒരു ഇട്ടിക്കോര പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ മനസ്സിൽ വളരെ കൃത്യമായിട്ട് പതിഞ്ഞു കിടക്കുന്നതാണ്. പിന്നെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയിലും കൂടെ സാറ് വർക്ക് ചെയ്തതോടുകൂടെ കണ്ടപ്പെടും, ഭ്രമയുഗത്തിലൂടെ വർക്ക് ചെയ്തതോടെ കണ്ടപ്പെടും. ഇട്ടിക്കോര എന്ന് പറയുന്ന സിനിമയിലേക്ക് വീണ്ടും ഒരു പ്രതീക്ഷ തോന്നുകയാണ്. ഇട്ടിക്കോര സിനിമ ആവുമ്പോൾ സാർ ആരെയാണ് നായകനായിട്ട് കാണുന്നതെന്ന് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര സന്തോഷമുണ്ടാവും. അതുകൂടെ എല്ലാവർക്കും സന്തോഷമുണ്ടാവും. അല്ല, ഇട്ടിക്കോര സിനിമ ആക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. നമുക്ക് ഈ ഒരു സാങ്കല്പികം ഉണ്ടാവുമല്ലോ, ഒരു സങ്കല്പം ഉണ്ടാവുമല്ലോ ഇന്ന ആള് നായകനായി കഴിഞ്ഞാൽ. യാതൊരു സംശയമില്ല, മമ്മൂക്ക അല്ലാതെ മറ്റൊരാളെ നമുക്കതിൽ നായകനായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇട്ടിക്കോരയുടെ ആദ്യ വായനക്കാരിൽ ഒരാളാണ് മമ്മൂക്ക. ഇപ്പോൾ ഇട്ടിക്കോര മമ്മൂക്ക വായിച്ചിട്ടുള്ളൊരു വീഡിയോ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഇട്ടിക്കോര പ്രസിദ്ധീകരിച്ചിട്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒറ്റപ്പാലത്ത് ഏതൊരു ഫിലിം ഷൂട്ടിനൊക്കെ വന്ന സമയത്താണ് അത് മമ്മൂക്കയുടെ അടുത്തേക്ക് എത്തുന്നത്. പിന്നെ അദ്ദേഹം അത് വായിക്കുകയും ആ കാലം മുതൽ ഞങ്ങൾ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ട്. നല്ല സൗഹൃദമാണ്. അതാണ് പിന്നീട് തുടർന്ന് പോകുന്നതും. ഇപ്പോൾ ഭ്രമയുഗത്തിലൊക്കെ തങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു രസമുണ്ട്. ഇപ്പോൾ മമ്മൂക്കെ ഇട്ടിക്കോരയായിട്ട് കാണാൻ പറ്റുള്ളൂ, മറ്റൊരാളെ നമുക്ക് കാണാൻ പറ്റില്ല. അതാ ഈ ഭ്രമയുഗം കൂടെ കണ്ടപ്പോഴേ മമ്മൂക്ക അല്ലാതെ നമുക്കൊരു വേറൊരു ആളെ കാണുന്നില്ല. പക്ഷേ അതിന് ഒത്ത മറ്റ് സാഹചര്യങ്ങൾ എല്ലാം വന്നാൽ ചിലപ്പോൾ സംഭവിച്ചുകൂടായില്ല. അങ്ങനെ ഒരു സാഹചര്യങ്ങൾ വേഗം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. ഇട്ടിക്കോരയായിട്ട് മമ്മൂട്ടീനെ കാണാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കാം. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ചോദ്യത്തിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ടി ഡിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. മൂപ്പര് ഉത്തരം പറയും. സമയപരിമിതി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഷാജിർ. എനിക്ക് ചോദ്യമല്ല, ചേട്ടനോടൊരു പരാതിയാണ്. ഞാൻ മറ്റേ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. പാണ്ഡവപുരം വായിച്ചിട്ട് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കിളിപോയിട്ടിരിക്കുമ്പോഴാണ് ഞാനൊരിക്കൽ സേതു സാറിന് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണുന്നത്. 3/4 മണിക്കൂർ സംസാരിക്കാൻ പറ്റി. എന്നിട്ട് എൻ്റെ ആ ഒരു അപക്വത കാരണം ഞാൻ പാണ്ഡവപുരത്തിൻ്റെ ആ ഒരു റിയാലിറ്റി ഫിക്ഷൻ ഒന്ന് വേർതിരിക്കുന്നതിനൊക്കെ കുറിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അത് എഴുത്തുകാരൻ്റെ മാത്രം ഉള്ളിൽ നിൽക്കേണ്ടതാണ്, ദൃശ്യത്തിൽ മോഹൻലാൽ പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങൾ ആ കുന്നംകുളത്തിൻ്റെ അടിയിലുള്ളതൊക്കെ എന്താണെന്ന് ചോദിക്കുകയും സാറത് അതിൻ്റെ അടിയിലൊന്നും ഇല്ലെന്ന് പറയുകയും ചെയ്തപ്പോൾ എനിക്കൊരു നിരാശ തോന്നി. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കൈപോക്കുന്നുണ്ടായിരുന്നു, സാറേ അത് ചോദിക്കരുത് എന്ന് പറയാൻ നിങ്ങളടുത്തും അതിന് ഉത്തരം പറയരുതെന്ന് പറയാൻ സാറിൻ്റെ അടുത്തും ഞാൻ കൈപോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പാടില്ല. കാരണം ഫിക്ഷനായി ഞാൻ തോന്നുന്നു എൻ്റെ ഈ സദസ്സ് കംപ്ലീറ്റ് എൻ്റെയോടൊപ്പം നിൽക്കുമെന്ന് തോന്നുന്നു. കാരണം ഫിക്ഷനായും റിയാലിറ്റി ആയും വായനക്കാരന് മനസ്സിലാവാതെ വായനക്കാരൻ കിളിപോയിരിക്കുന്നതിലാണ് ആ നോവലിൻ്റെ സൗന്ദര്യം നിൽക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാനൊരു ഹാർഡ് കോർ മമ്മൂക്ക ഫാനാണ്. മമ്മൂക്കയെ വെച്ചിട്ട് ഈ ഒരു സിനിമ പറഞ്ഞെങ്കിൽ ഒക്കെ വലിയ കാര്യമാണ്. എന്നാലും ഇട്ടിക്കോര വായിച്ചിട്ട് ത്രില്ലടിച്ചിരിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് അത് അങ്ങനെ തന്നെ നിൽക്കണം, സിനിമ ആവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചോദ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. മൂന്നാമത്തേത് ഞാൻ മതിയാക്കാണ്. ഹോർത്തൂസിൻ്റെ വേളയിൽ സാറിനെ കണ്ടിട്ട് ഇട്ടിക്കോര എഴുതിയ ആളുടെ കയ്യിൽ ഞാനൊരു ഉമ്മ തന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ തന്ന ഒരാളാണ് ഞാൻ. ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഇവിടെ നമസ്കാരം. എൻ്റെ ചോദ്യം, സാറ് പറഞ്ഞു താങ്കളുടെ എഴുത്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു. അപ്പോൾ താങ്കളുടെ സഹപാനലിസ്റ്റായ റിഹാൻ്റെ കാക്കപുരം എന്നൊരു DC പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. അത് രാഷ്ട്രീയ നോവൽ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. പിന്നെ അതുപോലെ തന്നെ ഈ ഇട്ടിക്കോര ഇത് ഇത്രയും ഗവേഷണമൊക്കെ നടത്തി, ഇപ്പം അതിന് ശേഷം ഒരുപാട് കാലങ്ങൾ മാറി. ഇപ്പോൾ അതിൻ്റെ പുതിയ എന്തെങ്കിലും കണ്ടെത്തലുകൾ സാറിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനെന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യാൻ എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വെർബലായിട്ട് കേൾക്കാനൊരു സന്തോഷമുണ്ട്. താങ്ക് യു സാർ. അത് പറയാം. റിഹാൻ മാത്രമല്ല, ഏകദേശം എല്ലാ എഴുത്തുകാരും തങ്ങളുടെ എഴുത്തുകളിലൂടെ നടത്തുന്നത് സമൂഹത്തിൻ്റെ ഉള്ളിലുള്ള അധികാരത്തിനോടുള്ള സൂക്ഷ്മമായ കലഹമാണ്. അത് തന്നെയാണ് ചെയ്യുന്നത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. ചെയ്യുന്നതിൻ്റെ രീതികൾ ചിലപ്പോൾ വ്യത്യാസമുണ്ടാവും. ഓരോരുത്തരുടെയും അതിനുപയോഗിക്കുന്ന ഒരു മെത്തഡോളജി ചിലപ്പോൾ വ്യത്യാസമുണ്ടാവും. പിന്നെന്തായിരുന്നു ചോദിച്ചത്? ഇട്ടിക്കോരയുടെ ബാക്കി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇട്ടിക്കോരയുടെ 2ാം ഭാഗം കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്നുള്ള പേരിൽ എഴുതി അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് അത് റീവർക്ക് ചെയ്യുന്നൊരു പ്രോസസ്സിലാണ്. 2025 തന്നെ പുറത്തു വരും. അതിൽ പുതിയ
ത്തിൽ വരുന്ന മാറ്റങ്ങളിൽ നിന്നാണ് ആ എഴുത്ത് സംഭവിക്കുന്നത്. സന്തോഷം. അത് നമുക്ക് അടുത്ത KLF-ന് കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്ര നേരവും സംസാരിച്ച സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് നമുക്കിത് ഇട്ടിക്കോരയൊക്കെ നമുക്ക് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കഴിഞ്ഞ് സംസാരിച്ചാൽ പോലും തീരാത്ത അത്രയും വിഷയമുണ്ട്. നിങ്ങളുടെ നിർദ്ദേശത്തെ ഞാൻ മനസ്സാ സ്വീകരിച്ചിരിക്കുന്നു. താങ്ക് യു. എനിവേ എല്ലാവർക്കും നന്ദി ഇത്ര നേരം കേട്ടിരുന്നതിൽ. നന്ദി TD രാമകൃഷ്ണൻ, ശ്രീ റിഹാൻ റാഷിദ്. ബുക്ക് ഷോപ്പിനടുത്ത് തയ്യാറാക്കിയ പവലിയനിൽ നിങ്ങളുടെ പ്രിയ എഴുത്തുകാരുടെ